പിങ്ക് പാലട പായസം ഈസി ആയിട്ട് കുക്കറിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടി പിടിക്കാതെ നോക്കണം. കാരമലൈസ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 6 കപ്പ് പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പാലൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ മഹിമ അരിയടയാണ് എടുത്തിരിക്കുന്നത്. നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്ലെയിൻ അരിയടയും എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 1 കപ്പ് അട ഞാനൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് സോക്ക് ചെയ്ത് എടുത്ത് വെക്കാം. അതിനുശേഷം ഫിൽട്ടർ ചെയ്ത് മാറ്റി പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പാലും അതേപോലെ തന്നെ കാരമലൈസ് ആയിട്ടുള്ള ആ മിൽക്കിലേക്ക് നമ്മൾ നേരത്തെ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അട ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ച ഓപ്ഷനിലാണ്. കുറച്ച് ഏലക്ക പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം കുക്കർ അടച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് ആണ് നമ്മൾ സ്ലോ കുക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം 20 മിനിറ്റ് കൂടെ കഴിഞ്ഞ ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ പിങ്ക് പാലട റെഡി ആയിട്ടുണ്ടാവും. ഒരുപാട് കുറുകിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കുറുകിയിലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പിങ്ക് പാലട പായസം റെഡിയായി. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.